ടേസ്റ്റ് വിത്ത് മൈൻഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാജിനി. അപ്പൊ ഇത് എന്താണെന്നറിയാവോ? പനീറാണ് കേട്ടോ. ഇത് നമ്മൾ പാല് മേടിച്ചപ്പോൾ പിരിഞ്ഞപ്പോൾ അമ്മ ഇത് പനീർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അമ്മ പനീർ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ടയായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെയാണോ പൊടിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പൊ ഇത് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു കുഞ്ഞു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്യാരറ്റ് നിങ്ങൾ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഒക്കെ കൂടുതലായിട്ട് എടുക്കണം. ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പൊ അത് കാരണം 2 പേർക്കുള്ള സംഭവങ്ങളെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ ഡെയിലി നമുക്ക് കുറച്ചായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇത് ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് വലിയ ഭംഗിയിലൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പനീർ കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പനീറിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പനീറേ എടുത്തിട്ടുള്ളേ. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അരച്ചിട്ടെടുത്തിട്ട് വരാം. പനീറും ക്യാരറ്റും കൂടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ഇതേ പൊടി. ഇതെന്താ പറയുക, ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി വേണം. പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ശബ്ദം. പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി മുളക് പൊടിയാണേ. അപ്പോൾ പൊടിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും മുളക് പൊടി. ഇച്ചിരി മല്ലിപ്പൊടി, അതും ദേ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മതിയാവും. ഇത് കസൂരി മേത്തിയാണേ. ഇത്ര എടുക്കാം. ഇതൊന്ന് ചതച്ച് ഇതിനകത്തോട്ട് അങ്ങോട്ട് കൊടുക്കും. നമ്മൾ പൊതുവെ പനീർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ ഈ കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് പനീർ അരച്ചുകൊണ്ടുവന്നത് അത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചിങ്ങനെ കുഴക്കാം. തികഞ്ഞില്ലെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഡൗ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു 1/2 മണിക്കൂർ. ഓക്കെ, 1/2 മണിക്കൂർ നമ്മളിങ്ങനെ അടച്ചു മൂടി വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതുവരെ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, ചുമ്മാ പുറത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് ചപ്പാത്തി ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിത് കോമഡിയാണ്. കുഴപ്പമില്ല, വന്നോ. ചെറിയ ഉരുളകളാക്കി എടുക്കുക ആദ്യം. ഓക്കെ, ഈ വീട്ടില് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരെന്നെ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്തൊക്കെ കാണിക്കുന്നത്. അതെ, ആദ്യം ഉരുട്ടട്ടെ. പൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ മേളിലോട്ട്. നമുക്കിത് പരത്താം. ഒരുപാട് പൊടി വേണ്ട. മിണ്ടല്ലേന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വർത്താനം പറയാനുണ്ടോ. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവര് ചിരിച്ചിട്ട് ഇവരെന്നെ ചിരിപ്പിക്കും. എനിക്കൊരു കുന്തം ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കാണിക്കാം. അത്രേ ഉള്ളൂ. നമ്മളെല്ലാം പരത്തി എടുത്തിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഓക്കെ, കല്ല്
നന്നായിട്ട് ചൂടാവട്ടെ. കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അടിപൊളിയായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഓരോ ചപ്പാത്തി ഇതുപോലെ നമുക്കങ്ങ് ചുട്ടെടുക്കാം. വേണമെങ്കിൽ എണ്ണ തേച്ചാൽ മതി, എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണേ. ഒരെണ്ണം കഴിക്കാം. വൈകിട്ടത്തേക്കുള്ളതാണ്. ഞാനിപ്പോൾ തന്നെ തിന്നിട്ട് ശരിയാവില്ല. രാത്രിയിൽ കഴിക്കാനുള്ളതാണ്. ഒരെണ്ണം ഇപ്പോൾ സാമ്പിൾ കഴിക്കാം. ഓക്കെ, കറി ഉണ്ടാക്കണേ ഉള്ളൂ. കറി ഉണ്ടാക്കിയിട്ട് പിന്നെ വൈകിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം, നല്ല സോഫ്റ്റ്. സൂപ്പർ, അടിപൊളി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം അല്ലേ. ബൈ.